ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇപ്രകാരം ചോദിക്കാനിടയായി തീർന്നു. ഈ ദൈവം എപ്പോഴെങ്കിലും നമ്മളെ മറന്നു കളയും? ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി നല്ലൊരു ബന്ധമുള്ള, നല്ലൊരു പ്രാർത്ഥനാ ജീവിതമുള്ള, നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ വില കൊടുത്ത് ഈ കാലഘട്ടത്തിൽ നല്ലൊരു ദൈവബദലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു ചോദ്യം? ഈ ദൈവം നമ്മളെ എപ്പോഴെങ്കിലും മറന്നു കളയുമോ? എന്താണ് ഈ ചോദ്യം? ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. എന്താണ് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്: ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട പോലെ നിന്നിട്ടും എനിക്ക് വേണ്ട പോലെ പല വിഷയത്തിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ദൈവസന്നിധിയിൽ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നു. എന്നാൽ വേണ്ട പോലെ എനിക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. വേണ്ട പോലെ ഒരു മറുപടി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശരിക്കും ഞാൻ വളരെ ഡൗൺ ആയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? പ്രാർത്ഥനക്കുറവാണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഞാൻ സമയങ്ങൾ വേർതിരിക്കാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ ഇന്ന് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാരണം, എനിക്കറിയാം ഇന്ന് ഇതേ ചോദ്യം ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും ഉള്ളതല്ലേ. അതായത് ദൈവസന്നിധിയിൽ നിൽക്കേണ്ട പോലെ നിന്നിട്ടും പല വിഷയങ്ങളും പെട്ടെന്ന് ചില വിഷയങ്ങൾ കയറി വരികയും പെട്ടെന്ന് ഒരുപക്ഷെ രോഗത്തിന് അനുഭവമായിരിക്കാം, പെട്ടെന്ന് ഉള്ള വഴി അടഞ്ഞ അവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്? ശരിക്കും ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെയുള്ളൊരു ചോദ്യം സ്വാഭാവികമായി നമ്മൾ നിന്ന് വരാം. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ ചില പ്രശ്നത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇതേ പ്രശ്നത്തിലൂടെ പോകുന്ന അനേകരെ പണിയാനും കൂടി ദൈവം നമ്മളെ ഇതൊരു ട്രെയിനിങ് പീരീഡിലൂടെ ഇങ്ങനെ നമ്മൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു ഭാഗം കാണുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. നമുക്കറിയാം, എല്ലാവർക്കും കാണാപ്പാടമാണ്. പക്ഷേ ഇവിടെ പറയുന്നു നിനക്കെതിരെ ആയുധം തയ്യാറാക്കുകയില്ല എന്നല്ല പറയുന്നത്. ആയുധമൊക്കെ തയ്യാറാക്കും, പക്ഷേ ആ ആയുധം ഫലിക്കുകയില്ല. അപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞോണം, നമുക്കെതിരെ എന്ത് തയ്യാറാക്കും? ആയുധം തയ്യാറാക്കും. നമ്മൾ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഉപവസിച്ചിട്ട്, ഞാൻ ദൈവത്തിൽ ഇരിക്കേണ്ട പോലെ ഇരുന്നിട്ട് എന്തുകൊണ്ട് ആ വ്യക്തി എനിക്കെതിരായിട്ട് ആയുധങ്ങൾ തയ്യാറാക്കി? എന്തുകൊണ്ട് ആ വ്യക്തി എനിക്കെതിരായിട്ട് ആയുധമായിട്ട് വരുന്നു? എന്തുകൊണ്ട് എന്നെ മുറിവുപ്പെടുത്താനായിട്ട് വരുന്നു? സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്തിൻ്റെ ഉറപ്പിലാണ് ഞാനായിരിക്കുന്നത്? പക്ഷെ ഇവിടെ വചനം നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്, അല്ലെങ്കിൽ വചനം നമ്മളോട് ഇടപെടുന്ന ഇപ്രകാരമാണ്: ആയുധമൊക്കെ അവർ തയ്യാറാക്കും, പക്ഷേ അത് നിനക്ക് ഫലിക്കുകയില്ല. ഇന്ന് എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ചില വിഷയങ്ങൾ കടന്നു വരും, പക്ഷേ ആ വിഷയത്തിനകത്ത് നിങ്ങൾ ഒതുങ്ങിപ്പോവുകയല്ല. ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം, ഇന്നത്തെ ഈ വിഷയത്തിലൂടെ, അല്ലെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ട്, ആ വിഷയത്തിലൂടെ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്താകും ഇതിൻ്റെ അവസാനം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ അവസ്ഥ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ഭയക്കുന്ന ആ വിഷയമുണ്ടല്ലോ, ആ വിഷയം സംഭവിക്കുകയില്ല. നിങ്ങൾ പേടിക്കുന്ന ഇതിൻ്റെ അവസാനമെന്ന് കരുതുന്ന വിഷയമുണ്ടല്ലോ, അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങൾക്കെതിരെ ആയുധമൊക്കെ തയ്യാറാക്കും. അല്പം പ്രയാസം തോന്നും, അല്പം വേദന തോന്നും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയായിരിക്കും നിങ്ങൾക്കെതിരെ ആയുധം കൊണ്ട് വരുന്നത്, പ്രയാസം തോന്നും. പക്ഷേ ഇന്ന് വചനം നിങ്ങളോട് കൈമാറുന്നു, ആയുധമൊക്കെ വലുതായിരിക്കാം, പക്ഷേ ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നു? മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നു: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ആഗ്രഹത്തോടെ വെള്ളത്തിന് മീതെ നടക്കുമോ? ഇല്ല. ആരെങ്കിലും സ്വന്തം ആഗ്രഹത്തോടെ തീയിൽ കൂടെ നടക്കുമോ? ഇല്ല. ഒരു പക്ഷേ വെള്ളത്തിൽ കൂടെ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. തീയിൽ കൂടെ പോകുന്നതായ ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. പക്ഷെ ഇവിടെ വചനം നിങ്ങൾ ഉറപ്പിക്കുന്നു, അതായത് വെള്ളത്തിൽ കൂടി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നദിയിൽ കൂടി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, തീയിൽ കൂടെ പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ
വചനം നിങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നെ ഇപ്രകാരമാ, നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ട അവസ്ഥ വന്നേക്കാം, പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നദികളിൽ കൂടി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, പക്ഷേ വചനം തരുന്ന ഉറപ്പ്, നീ നദികളിൽ കൂടി പോകുന്ന അവസ്ഥ ജീവിതത്തിൽ വന്നാലും അത് നിന്റെ മീതെ കവിയുകയില്ല. നീ അടുത്തത് പറയുന്നത്, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ശരിയാ, ഇന്നലകളിൽ വെള്ളത്തിൽ കൂടെ പോയ പലരെയും വെള്ളം ഒതുക്കിയിട്ടുണ്ട്, നദികളിൽ കൂടി പോയവരൊക്കെ മുക്കിയിട്ടുണ്ട്, തീയിൽ കൂടെ കടന്നു പോയവരെല്ലാം വെന്ത് അവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദൈവവൈതലായി നിങ്ങളെ നോക്കി പറയുകയാ, ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോയാലും, മുമ്പ് കേട്ടതുപോലെ ആയുധങ്ങളുമായി പലരും മുൻപിൽ വന്നാലും വചനം കൈമാറുന്നു, ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ഇന്നിത് വിശ്വസിക്കാൻ തയ്യാറാണോ? എന്തുകൊണ്ട് ഫലിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നൊരു ഉറപ്പുണ്ട്, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ, നീ എനിക്കുള്ളവൻ തന്നെ. ആ ഒരു ഭാഗം ഞാനത് വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് പല വിഷയത്തിനകത്ത് പല പ്രയാസത്തിലൂടെ എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെ സംഭവിച്ചത്, എന്നെ മറന്നു കളഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നതോട് തമ്പുരാൻ ഇന്ന് വ്യക്തമായി കൈമാറുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. ഇത് വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, ആയുധമുണ്ട്, നദികളിൽ കൂടി പോകേണ്ട അവസ്ഥകൾ വന്നേക്കാം, തീയിൽ കൂടെ പോകുന്ന ശോധനകളൊക്കെ വന്നേക്കാം, എങ്കിലും നീ എനിക്കുള്ളവനായതുകൊണ്ട്, ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ഇത് വിശ്വസിക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ഇന്ന് കടന്നു പോകുന്ന കഷ്ടത, ഇന്ന് കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഇത് അധികകാലം നിലനിൽക്കുകയില്ല. ഇന്ന് നിങ്ങൾ പല വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇതിനകത്ത് ഒരു വിടുതൽ പ്രാപിച്ചിട്ട് നാളെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തും. ഈ ദിവസങ്ങൾ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.